ഓക്കെ, നമ്മൾ ഇനി ഫൈനൽ സെക്ഷൻ ഓഫ് ദ ഫോർത്ത് മൊഡ്യൂൾ വരുവാണ്. സോ ഫോർത്ത് വി ഹാവ് സം ഫർദർ പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊജക്ഷൻസ്. കുറച്ച് തിയറംസ് ആണ്, 2-3 തിയറംസ് ഉണ്ട്, 2-3 വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് യു ഹാവ് 2 പ്രൊജക്ഷൻസ്. ഒരു P1 ഉണ്ട്, P2 എന്ന് പറയുന്ന 2 പ്രൊജക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അവരുടെ കറസ്പോണ്ടിങ് സബ് സ്പേസുകൾ Y1 Y2 എന്ന് വിചാരിക്കുക. ഇവിടെ Y എന്ന് ഉദ്ദേശിക്കുന്നത് PI ഓഫ് H ആണ് അല്ലേ. ഓക്കെ, സപ്പോസ് അവർ രണ്ട് ഇതുണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ഓൾസോ സപ്പോസ് N ഓഫ് Y1 N of Y2 be the null space of these projections. Null space എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഒരു പ്രൊജക്ഷൻ P ഉണ്ടെങ്കിൽ ഐ ക്യാൻ സോ ബേസിക്കായി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫുൾ എച്ചിനെ എനിക്ക് Y പ്ലസ് ഇസഡ് ആയിട്ട് എഴുതാൻ സാധിക്കും. ആൻഡ് യുവർ P ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, P ഓഫ് എക്സ് എടുക്കുമ്പോൾ വരാൻ പോകുന്ന എക്സ് എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് യു ക്യാൻ റൈറ്റ് ആസ് Y പ്ലസ് ഇസഡ് ആണെങ്കിൽ P ഓഫ് എക്സ് വരാൻ പോകുന്ന Y ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ഈ ഇസഡ് വരുന്ന സാധനം, ഈ സാധനം, ഈ കമ്പോണന്റ് ഇഗ്നോർ ചെയ്യും. ഈ കമ്പോണന്റ് ഒന്ന് ഇഗ്നോർ ചെയ്തിട്ട് ഇത് മാത്രമേ എടുക്കുകയുള്ളൂ. സോ ഇതിന് നൾ സ്പേസ് സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്ന ഏതായിരിക്കും? സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പ്ലസ് ഇസഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സോ ബേസിക്കലി ഇതിന്റെ നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മൾ 2 പ്രൊജക്ഷൻസ് എടുത്തു, P1 എടുത്തു, P2 എടുത്തു. അവന്മാർ കറസ്പോണ്ടിങ് ആയിട്ട് Y1 Y2 ക്ലോസ് സ്പേസ് സബ് സ്പേസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവന്മാരുടെ നൾ സ്പേസുകളും ഉണ്ടാവും. ഓക്കെ, സോ അതിന് ഞാൻ N ഓഫ് P1 വിളിക്കുന്നു, N ഓഫ് P2 ഉദ്ദേശിക്കുന്നു. സോ ബേസിക്കലി എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഈ ഒരു കേസിൽ എച്ചിനെ എനിക്ക് Y1 പ്ലസ് N ഓഫ് P1 എഴുതാം. അതുപോലെ എച്ചിനെ മറ്റേ കേസിൽ എനിക്ക് Y2 പ്ലസ് N ഓഫ് P2 എന്ന് എഴുതാം. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് നൾ സ്പേസ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ദെൻ ഐ എം ഗോയിങ് ടു സ്റ്റേറ്റ് എ ഫ്യൂ കണ്ടീഷൻസ് വിച്ച് ആർ ഈക്വലന്റ്. സോ സം പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഈക്വലന്റ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, P2 P1 is equal to P1 P2 is equal to P1. First condition. So I'm saying that this and this is equivalent. That is first. The second one, Y1 is a subset of Y2. Third one, N of P1 is a superset of N of P2. Okay, and again, your norm of P1 of X is less than or equal to norm of P2 of X. And finally, the fifth condition is your P1 is less than or equal to P2. Okay, so I'm saying that all these statements are equivalent. So basically I have to show that 1 implies 2, 2 implies 3, 3 implies 4. ഏതെങ്കിലും ഓർഡറിൽ എല്ലാം implies same ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. Okay, so let us first prove 1 implies 4. Okay, so 1 implies 4 ആണ് ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. 1 ഇതാണ്. So suppose you have this, I have to show that this is true. So that's very easy, because so if you take norm of P1 of X, that will actually be is equal to norm of P1 P2 of X, because P2 P1 is equal to P1 P2. So that is less than or equal to norm of P1 into norm of P2 of X vary. But you know that for a fraction, norm of P is less than or equal to 1. So then this implies that this is less than or equal to norm of P2 of X. So which is 4. Okay, so this means 1 implies 4. Next, I'll prove that 4 implies 5. That is very easy. 4 already അറിയാം. So you have to show that P1 less than or equal to P2 ആണ്. So P1 of X comma X should be shown to be less than or equal to P2 of X comma X. But you know that for the projection, P of X comma X, നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചാണ്, less than or equal to norm of P of X square ആണ്. So using that property, this is less than or equal to norm of P1 of X square. But anyway, you know that norm of P1 of X is less than or equal to P2 of X. So this is less than or equal to P2 of X square from the fourth condition. So that is actually equal to P2X X. So this, since X is arbitrary, you are getting P1 is less than or equal to P2. Okay, so that is also very easy. Next, I'll prove that this 5 implies this 3. 5 implies 3. So I will suppose P1 is less than or equal to P2. I have to show that N of P1 contains N of P2. N of P1 contains N of P2. So for that, you take as element in N of P2. So let X element of N of P2. Okay, so what does that mean? So this means that P2 of X is equal to 0. Null space. Okay, so I have to show that this X lies in null space of P1. Okay, so I have to show in effect that P1 of X is 0. Okay, so very easy. So you take this norm of P1 of X square. Now from the fifth condition, I know that norm of P1 of X square is actually equal to P1 of X comma X. Okay, that is less than or equal to
P2 of x comma x. This is our assumption, fifth condition, because P1 is less than or equal to P2. So this will hold. So now this is actually 0. So from this, it is clear that this will be 0. That means this is non-zero negative. So that means your P1 of x should be equal to 0. That means, and if it's an arbitrary element, automatically the ground. So n of P1 is contains, that means null space of P1 contains n of P2. Okay. Now, this your y1 is a subset of y2. Okay. Basically, semester Hilbert space Hilbert space ഒരു ക്ലോസ് സബ് സ്പേസും അതിന്റെ കോംപ്ലിമെന്റും അല്ലേ, അതന്നെ ക്ലോസ് സബ് സ്പേസ് അതിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. എൻ എഫ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. സോ ഇത് വൈ ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് വരും. ഓക്കെ, സോ ആലോചിച്ച് നോക്കി. സോ ഇതിനെ ഷോയിങ് another picture. Okay, so suppose you have a Hilbert space H. Okay, so I can represent as a y and also its complement ഇവിടെ വരുന്നിടത്ത് y per. Okay, suppose you have some other set like this. Okay, so this y is contained in some other y dash കിടക്കുമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? y dash പെർപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി ആലോചിച്ച് നോക്കിയേ, ഇതിൽ ഇപ്പോൾ സപ്പോസ് ഇതിൽ ഏതാ വലുത്? y പെർപ്പാണോ വലുത്, y dash പെർപ്പാണോ വലുത്? ഏതാ വലുതെന്ന് ആലോചിച്ച് നോക്കിയേ. y dash കുറച്ചും കൂടെ വലുതാണ്. സോ അതിന്റെ y dash പെർപ്പ് ചെറുതായിരിക്കും. y ചെറുതായതുകൊണ്ട് അതിന്റെ y പെർപ്പ് കുറച്ചും കൂടെ വലുത് ഇവിടുന്നേ ഉണ്ട്. ഓക്കെ, y ഡാഷിന് പക്ഷേ ഇവിടുന്നേ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ y dash കണ്ടെയ്ൻസ് മോർ ഏരിയ, അതുകൊണ്ട് തന്നെ നൾ സ്പേസ് ചെറുതായിരിക്കും. ഓക്കെ, y കണ്ടെയ്ൻസ് ലെസ് ഏരിയ, സോ സോ ദാറ്റ് മീൻസ്, so suppose if n of P1 and this given that n of P1 is a superset of n of P2, that means n of P1 contains more area. That means the original P1, so n of P1 അതിന്റെ കോംപ്ലിമെന്റ് ഒറിജിനൽ ആയിട്ടുള്ള എന്തായിരിക്കണം? സോ നൾ സ്പേസ് കൂടുതലുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഒറിജിനൽ കുറവായിരിക്കും. നൾ സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഒറിജിനൽ കൂടുതലായിരിക്കും. സോ ദാറ്റ് മീൻസ് y1 is a subset of y2. Okay, so from this it's very easy that from the third argument, it's very easy to show that this is very easy to show that y1 is a subset of y1 is a subset of y2. Okay, so that is also true. Okay, in either which I'll now prove that 2 implies 1. So from y1 is a subset of 2, I'll show that p2 p1 is equal to p1 p2 is equal to. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരും. Okay, so it's very easy because you know that suppose you take x. Okay, you have P1 of x കിടക്കുന്ന ഇവിടെ ആയിരിക്കും. P1 of x contains subset of y1 ആയിരിക്കും. Now y1 എവിടെ കിടക്കുന്നത്? y1 is again a subset of y2 ആണ്. So if you take P2 of P1 of x, ഇത് ആക്ച്വലി y2 ഇതാണ്, y1 അകത്ത് കിടക്കുന്നത്. സോ y2ലുള്ള ഏതാണെങ്കിലും ചേഞ്ച് ഉണ്ടാവില്ല. സോ P1 of x ഓൾറെഡി കിടക്കുന്ന y1 ആണ്, y1 is contained y2 ആണ്. സോ P2 എടുത്ത് P1 of x എടുത്ത് എന്താ കിട്ടുള്ളൂ? You will only get P1 of x because the P1 is contained in y2. So that means P2 P1 is equal to your P1. Okay, so now, but you know that P1 is a projection, P1 is self-adjoint. So since P2 P1 is self-adjoint, that means so P1 is a self-adjoint, that means P2 P1 is also self-adjoint. But you know that P2 and P1s are self-adjoint operators. And the product is self-adjoint ആയതുകൊണ്ട് if and only the condition will only be true if is P2 and P1 commute. So that means P1 P2 should be equal to P2 P1, which is equal to P1. Okay, so that simple relation results ആണ്. നിങ്ങൾ എഴുതി നോക്കിയാൽ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ ഒന്നുമില്ല എഴുതി നോക്കണം കേട്ടോ. ഓക്കെ, സോ വിൽ സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു.